ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സഫീഖിനെ കുറിച്ചിട്ട്. ഫാത്തി എന്ന യൂട്യൂബർ രംഗത്ത് വന്നിട്ടുണ്ട്. ഫാത്തിനെ കുറിച്ച് സഫീഖ് മോശമായി എന്തോ സംസാരിച്ച വോയിസ് ക്ലിപ്പ് പുറത്ത് വിട്ടിട്ടാണ് അവൻ വന്നത്. അപ്പോൾ അവൻ്റെ വാക്കുകളൊന്ന് കേട്ടു നോക്കിയാലോ. എന്നെ ഭയങ്കര വെറുപ്പുണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സാജിനെ പറ്റി പറഞ്ഞ് അല്ലെങ്കിൽ സാജിക്ക് ഞാൻ മാത്രമാണ് സപ്പോർട്ട് ഉള്ളത്, വേറെ ഉള്ളവരെല്ലാവരും സാജിനെ കണ്ടം വഴി ഓടിക്കാൻ വേണ്ടി നടക്കുകയാണ്. ഇതിന്റെ ഇടയിൽ കയറിയാണ്ട് ഞാൻ സാജിക്ക് സപ്പോർട്ടായിട്ട് സംസാരിച്ചപ്പം എനിക്ക് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. എന്തായി സാജി ജയിലിലിട്ടാ ഓളെ തൂക്കിക്കൊല്ലാൻ വിധിച്ച ആരോ ഒരുത്തം പോയാണ്ട് കേസ് കൊടുത്തില്ലല്ലോ. എന്തായി ഞാൻ അവന്റെ വീഡിയോസിന്റെ കമന്റ് ബോക്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിയപ്പോ ഇങ്ങനെ കുറെ ആൾക്കാർ പറഞ്ഞ് എന്തായി കേസ് അപ്പോഴൊക്കെ അതിനുള്ള മറുപടി കേസിന്റെ ലൈക്ക് നടക്കുന്നുണ്ട്. ഇപ്പൊ എന്തിനാണ് അപ്പൊ ഇത്രയും നാള് ഞാൻ ഷെരീഫിനോട് പേരെടുത്തിട്ടാ പറയുന്നത്. ഷെരീഫ് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും നാള് കാടന്ന് കച്ചറ ഉണ്ടാക്കിയത്? ഓളപ്പങ്ങട്ട് പൂട്ടും, ഓളപ്പങ്ങട്ട് ഇത് കൊല്ലും, ഓളപ്പങ്ങട്ട് തൂക്കിക്കൊല്ലും, ഓള അക്കൗണ്ട് പൂട്ടിച്ചും, ഓള അക്കൗണ്ട് ഇതാക്കും. റിപ്പോർട്ട് അടിക്കാൻ വേണ്ടി പറഞ്ഞ് റിപ്പോർട്ട് അടിച്ചിട്ട് പോണില്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാല് നീ ആ റിപ്പോർട്ട് അടിക്കുന്ന വീഡിയോസും അതുപോലെ തന്നെ സ്ക്രീൻ റെക്കോർഡും നീ ആ മറ്റേ അൺസബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്റെ അക്കൗണ്ടിൽ നിന്നാണ് കുറെ ആളുകൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുള്ളത്. ദാറ്റ്സ് നോട്ട് ഇഷ്യൂസ്. അങ്ങനെ നമ്മള് ഒരാള് അൺസബ്സ്ക്രൈബ് ചെയ്തു ഇല്ലെങ്കിൽ ഒരാള് എന്നെ തന്നെ എന്തോരാളുകൾ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ എന്നെ ഫോളോ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവില്ലേ? നമ്മള് അവർക്ക് ഇഷ്ടപ്പെടും. എന്നെ ഇന്നൊരാൾ മോശമായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ ഇന്നൊരാൾ മോശമായിട്ട് കരുതിയിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കല് അതിലൊരു കുറച്ച് അല്ലേ തൂറ്റായി ചോദിച്ചിട്ട് വീഡിയോ ഇടണമെങ്കിൽ കീപ്പിട്ടിക്ക് നോക്കണ്ട കേട്ടോ. മേപ്പെട്ട് മാത്രമേ ഷർട്ടുള്ളൂ, കീപ്പിട്ടിക്കൊന്നും ഇല്ല, അത് നോക്കണ്ട. എനിവേ ബൈ ഞാനിപ്പോ പറയാൻ പോണ കാര്യം എന്താണെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് ഷെരീഫിന്റെ വീഡിയോസിന്റെ കമന്റ് ഇതിൽ ഒരുപാട് ആളുകൾ പറയാറുണ്ട് എന്തായി കേസ് കാര്യങ്ങളൊക്കെ. അതിനൊരു അപ്ഡേറ്റ് ഷെരീഫ് കൊടുത്തിട്ടില്ലാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് കേസിന്റെ കാര്യങ്ങൾ എന്തായി എന്നുള്ളത് നമുക്കും അറിയില്ല. ആകാംക്ഷ ഉണ്ട് കേസ് എന്തായി എന്നുള്ളത്. ഞാൻ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് പ്രത്യക്ഷത്തിൽ ഞാന് സാജിക്ക് സപ്പോർട്ട് ആണെങ്കിൽ പോലും, സപ്പോർട്ട് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവര് തെറി വിളിക്കുന്നതിലൊന്നും ഞാൻ സപ്പോർട്ടില്ല കേട്ടോ. കേട്ടോ ഷെരീഫെ, അവരുമ്മാനെ തെറി വിളിക്കുന്നതിനും അവര് ലൈവിൽ വന്ന് തെറി വിളിക്കുന്നതിനും ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഐ തിങ്ക് 2 months ബിഫോർ അവരോട് ഞാൻ റിക്വസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെറി വിളിച്ചിട്ടുള്ള ലൈവൊക്കെ മാക്സിമം ഒഴിവാക്ക് എന്ന് ഞാൻ റിക്വസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവർക്ക് ഒരു 5 കിലോന് അരി മേടിച്ചു കൊടുക്കുന്നില്ല. അപ്പൊ പിന്നെ ഞാനത് പറയേണ്ട കാര്യമില്ല, അവർക്കത് കേൾക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ അവരുടെ ഫാമിലി പെട്ട ആളൊന്നല്ല. എനിക്ക് എന്നാലും ഒരുപാടൊക്കെ തെറി വിളിക്കാനുള്ള അവസരങ്ങൾ ഒരുപാട് പെണ്ണുങ്ങളും അല്ലെങ്കിൽ ഒരുപാട് ആളുകളും ഒരുപാട് ആളുകളൊക്കെ വന്നിട്ട് വെറുതെ കിടന്ന് മാതി ചൊറിയുമ്പോഴാണ് ഈ ഒരു വിഷയം ഉണ്ടായിട്ടുള്ളത്. ഇനി നമുക്ക് കേസിന്റെ കാര്യത്തിലോട്ട് പോവാം. ആക്ച്വലി ഈ ഷെരീഫിന്റെ ഈ കേസായിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഷെരീഫ് മിക്കവാറും ഷെരീഫ് കാരണം ഇതിൽ കുടുങ്ങാനുള്ളതാണ്. സാജിന്റെ കാര്യത്തിലല്ല. ഷെരീഫ് ഫാത്തിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു മോശമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് വല്ലവരും എന്നെ വന്ന് ചൊറിഞ്ഞ് മാറ്റി വെറുതെ ഇട്ടിട്ട് പോണ ആളൊന്നല്ല. പണ്ട് ഏതോ സിനിമയില് ഡയലോഗ് ഉണ്ടല്ലോ, എന്താ ഷെരീഫ ഡയലോഗ്? സാജിദാക്ക് അറിയോ ഡയലോഗ്? അല്ലെങ്കിൽ ഇങ്ങക്ക് അറിയോ ഡയലോഗ്? ഏതാണ് ഡയലോഗ്? എന്താ അടി മേടിച്ചുകൊണ്ട് വീട്ടിൽ പോയി ആസിഫ് അലിന്റെ ഡയലോഗ് ഏതൊരു പടത്തിലാണ് സംഭവിക്കുന്നത്. സ്റ്റാലിൻ അല്ലെ, സ്റ്റാലിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥാപാത്രമായിട്ടുള്ള ഒരു ആസിഫ് അലിന്റെ ഒരു മൂവിയിലുള്ള ഒരു ഡയലോഗാണത്. വീട്ടിൽ പോയി അരിയും കുടിച്ച് കഞ്ഞിയും കുടിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന സ്വഭാവമല്ലാണ്. അങ്ങനത്തെ ഒരാൾ തന്നെയാണ് ഞാനും. അപ്പം ഈ ഷെരീഫ് ഇനി കുടുങ്ങാൻ പോവുകയാണ് എന്നുള്ളത് എങ്ങനെയാണുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ?
ഷെരീഫ് കുടുങ്ങാൻ പോണത് എങ്ങനെയുള്ളത് ഞാൻ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. ഷെരീഫ് എങ്ങനെ കുടുങ്ങാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെരീഫിന്റെ ഒരു വോയിസ് മെസ്സേജ് ഏതൊരു പെണ്ണ് ഷെരീഫിന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈച്ച ഫ്ലോ പോയി. ഷെരീഫ് എന്താ പോയി പറഞ്ഞിട്ടുള്ളത്? ഷെരീഫ് എന്നെ പറ്റിയിട്ട് ആരോ എന്തോ ഒരു വീഡിയോസിനെ പറ്റിയിട്ടോ ഡീറ്റെയിൽ ചോദിച്ചപ്പോൾ ഷെരീഫ് അവരോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊക്കെ ഭയങ്കര മോശപ്പെട്ട ആളാണ്. അവനവൻ്റെ ഭാര്യനെ ഇങ്ങനെ പിച്ച് ചീന്തിയിട്ടാണ് ഞാൻ കണ്ടന്റ് ഉണ്ടാക്കിയത്. എൻ്റെ പൊന്ന് ഷെരീഫ്, ഞാൻ എവിടെ ചങ്ങായി ഇങ്ങനെ മറ്റുള്ളവരെ പച്ചർച്ച് നിന്നിട്ട് കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഇജ്ജും എൻ്റെ പെണ്ണുങ്ങളും എല്ലാം നേരം വെളുത്ത് വൈകുന്നേരമോളം ഒരു പെണ്ണിനെ കുറ്റം പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് പോണത്. അപ്പൊ ഞാൻ വിഷയത്തിൽ നിന്ന് തന്നെ മാറുന്നുണ്ടോല്ലേ എനിക്കറിയില്ല. കാര്യം ഷെരീഫിനുള്ളൊരു കാര്യമാണ്. ഷെരീഫെ, എനിക്ക് നീ കുടുങ്ങണം എന്ന ആഗ്രഹമില്ല. അതുകൊണ്ട് എന്റെ അടുത്ത് നിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ആക്കി ഇടുന്നത് കേട്ടോ. അപ്പൊ ഷെരീഫ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഷെരീഫ് കമന്റ് ഒക്കെ ഇട്ടുകൊണ്ട് കുറെ ആളുകൾ നിന്നെ താങ്ങാൻ വരും. നിന്റെ ഇതിൽ വന്നിട്ട് കുറെ ഏതൊരു പെണ്ണുണ്ട് ഇഷ്ടം പോലെ ഷെരീഫ് പുലിയാണ്, ഷെരീഫ് മറ്റതാണ്, ഷെരീഫ് നല്ലോനാണ് ആയിക്കോട്ടെ, അതൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ നിന്റെ കഞ്ഞിയിലോ നിന്റെ പൊയിലൊന്നും ഞാൻ മണ്ണ് വാരിയിടണമെന്നില്ല. ഇപ്പൊ നിനക്ക് ഒരുപാട് കണ്ടന്റിനുള്ള അവസരങ്ങളുണ്ട് അല്ലെ? നിന്റെ വൈഫ് ഉണ്ട്, അതുപോലെ തന്നെ 2 കുട്ടികളുണ്ട്, ഉമ്മ ഉണ്ട്, ഉപ്പുണ്ട്. അവരായിട്ട് നല്ല ഹാപ്പി ആയിട്ടുള്ള വീഡിയോസുകൾ ഇട്ടുകൊണ്ട് നന്നായിട്ട് പോ എന്നേ ഞാൻ പറഞ്ഞോളൂ. അതിന്റെ ഇടയിൽ നിനക്ക് എന്നെ അറിയാതെ, അതായത് നിങ്ങളോടാണ് പറയണ്ടോ, ഈ ഷെരീഫ് കാട്ടിയ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാല് ഏതോ ഒരു പെണ്ണിനോട് പോയിട്ട് പറഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ എന്റെ എക്സ് വൈഫിനെ വെച്ചിട്ടാണ് കണ്ടന്റ് ഉണ്ടാക്കിയത്. ഞാൻ അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. പഴയ ആളുകൾക്ക് എന്നെ അറിയാം. കാരണം ഞാൻ എന്റേതായിട്ടുള്ള വീഡിയോസുകൾ അതുപോലെ തന്നെ ഇങ്ങനെ ചെറിയ അവിഹിതങ്ങൾ അവിടെ ഇവിടെയൊക്കെ നടന്നിട്ട് അവര് എറിഞ്ഞു പൊട്ടിച്ചിട്ട ഫോണുകൾ നന്നാക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്ന കഥകൾ ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമിൽ കൊണ്ടുപോയി ഇട്ടിട്ട് അവർ തന്ന ഫോണുകൾ വിട്ടുകൊണ്ട് ഞാൻ വീഡിയോ ഇടുന്നു. പിന്നെ ഇപ്പൊ പിള്ളേർ വന്നപ്പോൾ പിള്ളേരെ വെച്ചിട്ട് വീഡിയോസ് ഇടുന്നു. അത് ആരെയും ഇതാക്കിയിട്ടൊന്നല്ല. പിന്നെ ഷെരീഫേ, ഒരു വീഡിയോസ് എടുക്കണം എന്നുണ്ടെങ്കിൽ, ഒരു കണ്ടന്റ് ഇല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോയിട്ടൊക്കെ വീഡിയോസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ ഡ്രസ്സ് മേടിക്കണം കുട്ടികൾക്ക് ഡ്രസ്സ് മേടിക്കണം. കാരണം എന്നിട്ട് ഡ്രസ്സാകുമ്പോൾ പറ്റില്ലല്ലോ. അപ്പൊ ഏതാണ്ട് ഒരു 10,000-3000 റുപ്യ അതിനാവും. പിന്നെ അതേമാതിരി അവർക്ക് പെട്രോൾ അടിച്ചുകൊണ്ട് അവരെയും കൊണ്ട് പോകണം. പിന്നെ എന്റെ പെരട്ട കുട്ടികളായിട്ട് പറയില്ല, അങ്ങാടിക്ക് ഇറങ്ങിയ അപ്പ തുടങ്ങും. മോൾക്കാണെങ്കിൽ അപ്പം തുടങ്ങും പള്ളവേദന. അത് വേറെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് മിഠായി ഇല്ലെങ്കിൽ അങ്ങനെ കിട്ടാൻ വേണ്ടിയിരിക്കാനാ. മോൻ പിന്നെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ മോൻ പ്രശ്നമില്ലാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ മോനാണ് ഇവിടെ മൂട്ടി വിടുന്നത്. അപ്പൊ പിന്നെ ഓളെന്ത് ചെയ്യും? ഓള് മോനിക്കുള്ള മൂടിയും മേടിച്ചിട്ട് അങ്ങനെ നല്ലൊരു സംഖ്യ ചെലവാകുന്നുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. അത് നമ്മളേതായിട്ടുള്ള രീതിയായി. കണ്ടന്റ് ഒന്നുമല്ല, കണ്ടിരിക്കാനും വലിയ രസമൊന്നും ഉണ്ടാവുമൊന്നുമില്ല. എന്നാലും വെറുതെ ഇങ്ങനെ പോണത് എവിടെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോ ഷെരീഫ് അങ്ങനെ പിന്നെ ഒരു ഇൻസ്റ്റഗ്രാമിലുള്ളൊരു പെണ്ണിന്റെ അടുത്ത് പോയി പറഞ്ഞിട്ടാണ് ഓൻ അൺസബ്സ്ക്രൈബ് ചെയ്യും, ഓനൊന്നും ആള് ശരിയല്ല, ഓന് ഭയങ്കര മോശപ്പെട്ട ആളാണ്, സാജിയാണ്, ഞാൻ എന്റെ നൈറ്റിലുള്ള കുൽസിതങ്ങൾ തീർത്തു തരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് മെസ്സേജ് ഞാൻ എന്റെ കഴിഞ്ഞൊരു വീഡിയോസിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല അതിൽ എങ്ങനെയാണ് അതിന്റെ ലിങ്ക് കൊടുക്കേണ്ടതെന്നുള്ളത്. അത് ഷെരീഫിന്റെ വോയിസ് തന്നെ എന്നോ ഇല്ല എന്നുള്ളത് നിങ്ങൾ കേട്ടു നോക്കും. പക്ഷേ ആ വോയിസ് വന്നതിന് ശേഷം 3 ദിവസമായിട്ട് ഓന് ഒരു പെണ്ണിന്റെ പിന്നാലെ നടന്നിട്ട് എന്റെ വീഡിയോസിലുള്ള അവന്റെ വോയിസ് ഡിലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് 3 ദിവസമായിട്ട് ഒരു പെണ്ണിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. 3 ദിവസമായിട്ട് ഒരു പെണ്ണിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നോട്ട് ഗുഡ് ഷെരീഫ്. അങ്ങനെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. കാരണം നിന്റെ വോയിസ് നീ എന്നെ പറ്റി പറയുന്ന വോയിസാണ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നീ എന്നെ പറ്റിയിട്ട് മോശമായിട്ട് പറയുന്ന ഒരു വോയിസ് മെസ്സേജാണ് ഞാൻ പോസ്റ്റ് ആക്കിയിട്ടുള്ളത്. ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് റിലേഷൻഷിപ്പ് ഉള്ള എനിക്ക് കയ്യിൽ എണ്ണാൻ പറ്റില്ല എന്റെ റിലേഷൻഷിപ്പ് എന്താണുള്ളത്. ഞാൻ ഒരാളെ ഞാൻ എന്റെ വായു എന്ന് പറഞ്ഞിട്ട് ഞാൻ ആരും വിളിക്കുന്നത്. ഞാൻ മെനി ടൈം ഞാൻ ഓൾറെഡി ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോ വെറുതെ ഇനിയിപ്പോ വീഡിയോ ഒന്നും വേണ്ട. ഞാൻ ഇപ്പൊ ഇന്നലെ ഞാൻ ജിമ്മിന് പോയി ചേർന്നു. ഇന്ന് എന്റെ കൂടെ ഒരു ഇംഗ്ലീഷുകാരത്തി എന്നെ ലവാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ പിന്നാലെ നടക്കുന്നുണ്ട്. അപ്പൊ അതിനിപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റൊന്നുമില്ല. ഇനി ഓൾക്ക് സൗകര്യവും സന്ദർഭമൊക്കെ ഉണ്ട് എന്ന് വെച്ചെങ്കിൽ ഓളെ കെട്ടിയൊന്നും ഇല്ലാന്ന് വെച്ചെങ്കിൽ ഞാൻ ഇടയ്ക്കൊന്ന് പോയാണ്ട് കഞ്ഞി പിടിച്ച് പോരും. അതൊരു ഇഷ്യൂ ഉള്ള കേസല്ല, അതെന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇത് വെറുതെ പറഞ്ഞ കേട്ടോ, ഒരു പഞ്ചിന് പറഞ്ഞ ഇതായും കുടിച്ചേണ്ടി വരണ്ട. ഇതൊരു പഞ്ചിന് പറഞ്ഞതാണ്.
പഞ്ചിന് പറഞ്ഞതാണ്. അപ്പൊ ഞാൻ മോശമായിട്ട് ഞാൻ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരാൾ എന്നെ തന്നെ ട്രോളാൻ ഞാൻ മതി, പിന്നെ വേറൊരാൾ ട്രോളാൻ വേണ്ട. അത് നിന്റെ സ്വഭാവം, ഞാനിങ്ങനെ പറയണത് നിന്റെ പോലെ. അപ്പൊ കുറച്ച് 3 ദിവസമായിട്ട് ഷെരീഫ് ഈ പെണ്ണിന്റെ പിന്നാലെ നടന്നിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവസാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നത് ഷെരീഫെ നിന്റെ ഫോണ് നിന്റെ കെട്ടുകൾ പിടിച്ചിരിക്കുന്നു തോന്നുന്നു. അങ്ങനെ പിടിച്ചിട്ട് ഈ വോയിസ് മെസ്സേജ് നിങ്ങൾ ആർക്കാണ് അയച്ചു കൊടുത്തത് എന്നുള്ളൊരു വിഷയത്തിന്റെ പേരിലാണ് ഇപ്പൊ വിഷയങ്ങൾ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഷെരീഫിന്റെ ഫാമിലി. എനിക്കറിയില്ല ഷെരീഫ് അങ്ങനെയാണ് വോയിസ് മെസ്സേജ് വിട്ടിട്ടുള്ളത്. എനിക്ക് ഇപ്പൊ പുതിയ വോയിസ് മെസ്സേജ് വിട്ടിട്ടുണ്ട്. നാളെ വൈകുന്നേരം ആകുമ്പോൾ എന്റെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ആക്കും. നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോസ് കാണുന്നവരുണ്ട് വെച്ചെങ്കിൽ ഷെരീഫിന് അയച്ചിട്ടുണ്ട്. ഷെരീഫ് ഇത് കുത്തിന്ന് കാണട്ടോ. നീ മണ്ടത്തരങ്ങൾ ചെയ്തേണ്ട അവസാനം പിന്നെ ലാസ്റ്റ് സാജി പോണതിന് മുന്നേ നിന്റെ യൂട്യൂബും കൊണ്ട് നീ അങ്ങനെയുള്ള ഒരു അവസരം ഉണ്ടാക്കിയിട്ട് എടുത്തു ചാടരുത്. വളരെ സമീപനം പാലിച്ചിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. പിന്നെ നീ ഒരു പെണ്ണിന്റെ അടുത്ത് അത്രയും ഡീപ്പായിട്ട് അത് പറയണമെന്ന് വെച്ചെങ്കിൽ യു ഹാവ് സംതിങ് സ്പെഷ്യൽ അല്ലേ? കാരണം എന്നെ പോലുള്ള ഒരാളെ ഫോളോ ചെയ്താണ്ട് അല്ലെങ്കിൽ എന്നെ പോലുള്ള ഒരാള് നീ അങ്ങനെയല്ല അവരോട് പറഞ്ഞത്. അപ്പൊ നീ പറഞ്ഞിട്ടുള്ള വോയിസ് ആണ് ഞാൻ എന്റെ വീഡിയോസിൽ ഇട്ടുള്ളത്, അല്ലാണ്ട് നിന്റെ ഫാമിലിയിലുള്ളതോ അല്ലെങ്കിൽ വേറൊരു പെണ്ണിന്റെ വീഡിയോസോ വോയിസോ ഒന്നല്ല. നിന്റെ വോയിസ് ആണ് എന്റെ വീഡിയോസിലുള്ളത്. ഇപ്പൊ നീ ഇത് എന്ത് പറഞ്ഞിട്ടാണ് നീ നാട്ടുകാരെ ബോധിപ്പിക്കാൻ എന്ത് പറഞ്ഞിട്ടാണ് നീ ഇപ്പൊ നാട്ടുകാർക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിട്ട് നീ വീഡിയോസ് അവനെ കൊടുക്കാൻ വേണ്ടിട്ടല്ലേ നീയാണ് വോയിസ് ഇട്ടത്. അപ്പൊ നിന്റെ വോയിസ് ആണ് എന്റെ അക്കൗണ്ട് കൊടുക്കണം അല്ലേ? നിങ്ങൾ എല്ലാരും കൂടെ കൂടിയാണ്ട് ഷെരീഫ് മുത്താണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാരും കൂടെ കൂടിയാണ്ട് എന്നെ ഡിലീറ്റ് ആക്കി എന്റെ അക്കൗണ്ട് പൂട്ടി ചെയ്തിട്ട് ഇത് പൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ വലിയ പുത്തിരിയല്ലേ ഇപ്പൊ വേറെ അക്കൗണ്ട് ഉണ്ടാക്കാൻ. അങ്ങനല്ല, നമ്മൾ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതിന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മതി. എന്തായാലും ഇവിടെ പാത്രം കഴുകാൻ നിങ്ങൾ ആരെങ്കിലും ഇതിൽ ഉള്ള ഫോളോവേഴ്സ് ഒന്നും ബന്ധമുണ്ട് എന്റെ പാത്രം കഴുകി തരുന്നൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ പറഞ്ഞ പണി ഞാൻ എടുക്കും. അപ്പൊ ഷെരീഫ് ഇപ്പൊ കാണിക്കാൻ പോണ പരിപാടി മണ്ടത്തരം എന്താ വെച്ച് കഴിഞ്ഞാല് ഷെരീഫ് എത്തി ഞാൻ എനിക്കൊരു മുൻകൂട്ടിയായിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോ ഇങ്ങനെ ഇനിയിപ്പോ ഒരു വീഡിയോസ് ഒക്കെ അവളെ ഫോട്ടോസ് അവളെ വീഡിയോസ് അവളെ വോയിസ് മെസ്സേജ് അവളെ ചാറ്റൊക്കെ എടുത്തുകൊണ്ട് നീ പബ്ലിക് ആക്കും. എനിക്ക് നാട്ടുകാരെ ബോധിപ്പിക്കണം, എന്റെ നിരപരാധിത്യം ഞാൻ തെളിയിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ ഇങ്ങനെ വോയിസ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് എന്റെ പൊന്നാര ഷെരീഫ് എനിക്ക് ഇതിന്റെ ഇതറിയില്ലേ. പിന്നെ ഒരു പബ്ലിക് അക്കൗണ്ട് ഷെരീഫിനോടാ പറയണ്ടോ, ഒരു പബ്ലിക് ഇത് ഷെരീഫ് വലിയ മുത്താണെന്ന് പറഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഷെരീഫ് ഞമ്മക്ക് മുത്താണ്, പക്ഷെ അത് 1-2 വീഡിയോസിൽ അതിന്റെ അപ്പുറത്തേക്ക് എന്താ തെറ്റി? ഒരു പെണ്ണിനോട് ചാറ്റ് ചെയ്യണം, അവൾ ഇങ്ങോട്ടാണ് ചാറ്റ് ഷെരീഫ് നമുക്ക് അത് 2 വീഡിയോസ് നോർമലി നല്ല പെണ്ണാണോ, അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് മുത്തല്ല, നമുക്ക് തൈരാണ് സംഭവം. അപ്പോ ഷെരീഫ് ഇപ്പൊ പബ്ലിക് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ഷെരീഫ് പബ്ലിക് ആയിട്ട് സാജി പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് എടുത്തു കൊണ്ടുവന്നിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കേസും കൊണ്ടാകും ബുദ്ധിമുട്ടാണ്. പക്ഷെ പബ്ലിക് ആയിട്ടല്ലാണ്ട് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നീ പോയി കളിക്കുമ്പോൾ ഷെരീഫെ ഒരു 8-10 ലക്ഷം കയ്യിൽ റെഡിയാക്കി വെച്ചോ. എന്നിട്ട് നീ കേസ് കൊടുക്കും, അല്ല എന്നിട്ട് നീ ധൈര്യം ഉണ്ടെങ്കിൽ നീ കൊണ്ടിട്ട് പബ്ലിക്കിലിടും. മനസ്സിലായോ? എന്നിട്ട് നീ എന്ത് ചെയ്യും, അവരെ അക്കൗണ്ടും അവരെ DPയും അവരെ പ്രൊഫൈലും അവരെ ചാറ്റും ഒക്കെ യൂട്യൂബിൽ കൊണ്ടുപോയിട്ട് കാക്കാൻ്റെ കുട്ടിയിട്ട്. എനിക്കറിയില്ല, ഞാൻ നിന്റെ അനിയനാട്ടോ, എനിക്ക് നിന്റെ അത്ര ബുദ്ധിയും വിവരമൊന്നുമില്ല, എനിക്ക് നിന്റെ അത്ര ഏജും ഇല്ല. ഞാൻ 24 വയസ്സായിട്ടുള്ളൂ, കല്യാണം കഴിച്ചിട്ടില്ല. എന്റെ പപ്പയുടെ പേര് എന്റെ മമ്മയുടെ പേര് മമ്മൂന. എന്റെ പപ്പക്ക് ഡ്രൈ ഫിഷിന്റെ ബിസിനസ്സായിരുന്നു ഫിലാഡൽഫിയയില്. അങ്ങനെ പപ്പ അതേമാതിരിക്ക് ഡ്രൈ ഫിഷിന് അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ വന്നപ്പോഴാണ് എന്റെ മമ്മനെ കണ്ടെന്ന്. ഫിഷൊന്നും കിട്ടാണ്ടായപ്പോ പപ്പ മമ്മനെയും കൊണ്ട് എടുത്തുകൊണ്ട് ഫിലാഡൽഫിയ പോയതാണ്. അങ്ങനത്തെ ഒരു കൾച്ചറാണ് എനിക്കുള്ളത്. ഐ ആം 24 years old ആണ്. ഈ 2 കുട്ടികൾ എന്റെ അമ്മായിന്റെ കുട്ടികളാണ്. ഓല് അമ്മായി കാനഡയ്ക്ക് പോയപ്പോ എന്നെ നോക്കാൻ ഏൽപ്പിച്ചതാണ്. ഓക്കെ, അപ്പൊ ഷെരീഫ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷെരീഫ് എങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും ചെയ്യരുത്. അവസാനം സാധ്യത പൂട്ടിപ്പോണതിന് മുന്നേ നീ ഓക്കെ. ഇത് ഷെരീഫിന്റെ വൈഫ് കാണുന്നുണ്ടെങ്കിൽ എന്റെ പരമായ സംശയം ഷെരീഫിന്റെ വൈഫ് ഈ ഫോണ് പിടിച്ചിട്ടുണ്ടാവും. ഏത് അമ്മായിക്കാണെങ്കിലും മെസ്സേജ് അയച്ചത് എന്ന് പറഞ്ഞിട്ട് ഈ കാര്യം ചിലപ്പം ഇതുണ്ടാവുക. അപ്പൊ ഷെരീഫ് ഒരു കാരണവശാലും വിവരദോഷം കാണിക്കരുത്. ഷെരീഫ് ആ കുട്ടിന്റെ അക്കൗണ്ടോ വീഡിയോസോ പോസ്റ്റോ ഫോട്ടോസോ എവിടെയെങ്കിലും കൊണ്ടുപോയി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് ഷെരീഫ് നിന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത രീതിയിൽ നിന്റെ കൂടെയുള്ള വക്കീലൊന്നും മതിയാവൂല. പിന്നെ എനിക്ക് മനസ്സിലായോ? നിന്റെ കൂടെയുള്ള വക്കീലും കുറച്ച് വേട്ടവളിമാരും കുറച്ച് കമന്റ് ഇടുന്ന കമന്റുകളൊന്നും മതിയാവൂല എനിക്ക്. അപ്പം അങ്ങനെയുള്ള വീഡിയോസുകളും കാര്യങ്ങളൊന്നും കടുകയൊന്നും നീ ചെയ്യരുത്.
നീ ചെയ്തിട്ടുള്ള, നീ എന്നെ പറ്റി മോശമായിട്ട് പറഞ്ഞിട്ടുള്ള വോയിസ് മാത്രമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഞാനത് ചെയ്യാത്തോടത്തോളം കാലം പിന്നെ നീ എന്റെ വീഡിയോസ് കാണുന്നുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. നീ എന്റെ വീഡിയോസും കാണുന്നുണ്ട്, നിന്റെ കുടുംബക്കാരും കാണുന്നുണ്ട്, നിന്റെ കെട്ടിയോളും കാണുന്നുണ്ട് അല്ലേ, കാണില്ലേ? അപ്പോ സാജിന്റെ കേസ് തീരുന്നതിന് മുന്നേ ഷെരീഫിന്റെ കേസ് ഈ കാര്യങ്ങളെല്ലാരും കാണുക. അത് ഉള്ളുകൂടെയുള്ള കേസ്, നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ സംഭവം. അതായത് ഷെരീഫ് ഒരു പെണ്ണ് ചെന്നിട്ട് എന്ത് ചെയ്യാണ്, ഷെരീഫിനോട് ചോദിക്കുകയാണ്, ഈ ചങ്ങായി എന്താ സാജിക്ക് സപ്പോർട്ട് ചെയ്യണത്, ഇവൻ എന്തത്ര വൃത്തിയട്ടവനാണോ എന്ന് ചോദിച്ചാണ്ട് ഇവള് ചെന്നിട്ട് ഷെരീഫിന് മെസ്സേജ് അയച്ചേക്കുന്നു. ഈ ഷെരീഫ് ഇത് എന്ത് ചെയ്തിരിക്കുന്നു, എടുത്തേക്ക് വോയിസ് മെസ്സേജ്, ഷെരീഫിന്റെ ചങ്കാണെന്ന് വിചാരിച്ചിട്ട് ഷെരീഫ് എന്ത് ചെയ്തിരിക്കുന്നത്, എടുത്തേക്ക് വിറക്കുകയാണ്. ഓന്റെ കെട്ടികള് വെച്ചാണ്ട് റീച്ച് ഉണ്ടാക്കുകയാണ്. അത്രയും വൃത്തികെട്ട മനുഷ്യനാണ് അവൻ. പിന്നെ സാജിനെ പോലുള്ള പെണ്ണുങ്ങളെ ഓൻ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ രാത്രി കാലങ്ങളിൽ സാജിയാണ് ഓന്റെ കാമം തീർക്കണെന്നുള്ളത് എനിക്ക് ഇഷ്ടമായില്ല സംഭവം. അതെനിക്കിഷ്ടായില്ല. അതുകൊണ്ടാണ് ഞാൻ ആ വോയിസ് ഞാൻ എടുത്തിട്ടത്. അപ്പോ അതെന്ത് ചെയ്തിക്കണ്, അത് ഓന് വലിയ കുറച്ചിലേക്കാണ്. ഷെരീഫിന്റെ ഈ വോയിസ് ഫുള്ള് ഞാൻ കേട്ടുകൊണ്ടിരിക്കാണ് ഷെരീഫിനെ. അപ്പോ ഓനെന്ത് ചെയ്തിരിക്കണ്, ആ വോയിസ് മെസ്സേജ് ഇപ്പൊ വിട്ടപ്പം എന്റെ വീഡിയോസിൽ ആ വോയിസ് മെസ്സേജ് വന്നപ്പോ ഓന് പള്ളി കമ്മിറ്റിന്നും ഓനിപ്പം പഞ്ചായത്തു നിന്നും കുടുംബശ്രീന്നും ഓന്റെ അന്നത്തെ വീഡിയോസിൽ കൂടെ കുറെ കുടുംബസ്ത്രീകളൊക്കെ ഇല്ലേനു, അവരൊക്കെ പാടെ എന്ത് ചെയ്തിരിക്കണം, അവരോട് അപ്പൊ അത് ആകെ ചെറുതായിട്ട് പണി പാളിയിട്ടുണ്ട്. അപ്പം ഇത് എവിടെ ഞാൻ പറഞ്ഞത്, താലയും പാലും ഇല്ലാത്തൊരു മനസ്സിനായി പോയല്ലോ ഷെരീഫേജ് അല്ല ഞാൻ അല്ലേ. അപ്പം ഇപ്പൊ ആ കുട്ടീൻ്റെ ഞാനിപ്പോ ഈ വീഡിയോസ് ഡിലീറ്റ് ആക്കണം, ഷെരീഫിന്റെ വോയിസ് ഉള്ള വീഡിയോസ് ഞാൻ ഡിലീറ്റ് ആക്കണം. എന്നെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളാണ് അതൊക്കെ. ഇനിയിപ്പോ ആ കുട്ടീനോട് കൊല്ലുകയാണ് പറഞ്ഞു കഴിഞ്ഞാലോ, ഫാത്തിന്റെ വീഡിയോസില് നീ എന്നെ പറ്റി പറഞ്ഞ കാര്യങ്ങളിലുണ്ടാവും. ഇനിയിപ്പൊ എനിക്കൊരു തോന്നലുണ്ടാവും, നാളെ എന്റെ തുണി ഇല്ലാത്ത കൊണ്ടുവന്ന് എന്റെ പബ്ലിക്കിൽ ഇടാനുള്ളത്. അതൊക്കെ ഒരു തോന്നല് മാത്രമേ ഉള്ളൂ. അതൊക്കെ കാര്യത്തോടെ എടുക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാല് ഇതിലിടുന്ന ഒരു കമന്റോളികളും എന്റെ കൂടെ ഉണ്ടാവില്ല. അപ്പം സാജിന്റെ കേസ് ഇപ്പൊ എന്തായി, സാജിനെ പൂട്ടുന്നതിന് മുന്നേ നീ പൂട്ടി പോകുമോ എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത്. നീ പൂട്ടി പോകുമോ? അപ്പൊ മണ്ടത്തരങ്ങളൊന്നും കാണിക്കാൻ നിൽക്കണ്ട ഷെരീഫേ. പിന്നെ നീ ആ കുട്ടീന്റെ എനിക്കറിയില്ലട്ടോ അവരൊന്നും, എനിക്ക് അവരാരും അറിയില്ലട്ടോ, എന്റെ ആരും അല്ല അവരൊന്നും. പക്ഷെ നീ ഇങ്ങനെ സംഭവം ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോ എന്ത് ചെയ്തതാണ്, നിന്റെ നമ്പറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു വീഡിയോ ആക്കിയിട്ട് പറഞ്ഞതാണ്. നീ എന്നെ പറ്റി മോശമായിട്ട് പറയുന്ന വോയിസ് മെസ്സേജാണ് അതിലുള്ളത്. പിന്നെ ഞാനും ഇപ്പൊ നിന്റെ മരിക്കുള്ള ഒരാൾ തന്നെയാണ്. ഇപ്പൊ നിനക്ക് നിന്റെ കെട്ടിയോളുണ്ട് നിന്റെ അടുത്ത്, അപ്പൊ എന്റെ അടുത്ത് ഇപ്പൊ എന്റെ കെട്ടിയോളില്ല. അപ്പൊ ഞാൻ ഞാൻ അങ്ങോട്ട് ആരടുത്തും പോയിട്ടൊന്നുമില്ല. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു കട്ടൻ ചായ കുടിക്കാൻ പുതിയ വന്നു കഴിഞ്ഞാൽ ഞാൻ പോയി ചായ കുടിക്കും. ഇനിയിപ്പോ ഞാൻ ചായത്തോട്ടം മേടിക്കണോ? എന്നെ കൊണ്ട് പറ്റുന്നില്ല ചായത്തോട്ടം മേടിക്കണം. എന്ത് ചായ ഈ ചായത്തോട്ടം മേടിക്കണ മാരിക്കല്ലാതെ ഒഴിവാക്കുന്ന സമയത്ത് ഭയങ്കര മുസീബത്തും ബലാവും, ഇതുപോലത്തെ ഒരു ബലാവും മുസീബത്തും വരുന്നില്ല. അപ്പൊ ചായത്തോട്ടം ഞാൻ മേടിക്കാനില്ല. ആരെങ്കിലും ചായ പിടിച്ചപ്പോ ഇത്തിരി ചായ പിടിച്ച് പൊയ്ക്കോട് പറഞ്ഞു ഞാൻ ചായ പിടിച്ചു. അതെനിക്കൊരു കേസുള്ള കേസാണ്. അത് ഞാനും പഠിച്ചോനും എന്റെ കവറും എന്റെ ഇത് മാത്രം. പിന്നെ അവൻ പറഞ്ഞില്ല എന്ത് തെറ്റുള്ളത്, ഡബിൾ മീനിങ് അല്ല, ജസ്റ്റ് പറഞ്ഞു. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ആർക്കെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് വെച്ചെങ്കിൽ ഞാനൊരു ഗീവ് അവേ കൊടുക്കണ്ട, എന്നെ ആർക്കെങ്കിലും വേണം വെച്ചെങ്കിൽ എനിക്ക് എടുക്കട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ നന്നായിട്ട് നോക്കുകയൊക്കെ ചോദിച്ചു, കുഴപ്പം അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. മാന്യമായിട്ട് അവൻ പറഞ്ഞത് തെറ്റുള്ളത് നിന്റെ സ്വഭാവമാണ്. ഷെരീഫ് ഈ ജാതി മണ്ടത്തരങ്ങൾ കാണിക്കരുത്. ഷെരീഫെ, ഞാൻ ആ വോയിസ് ഞാൻ ഡിലീറ്റ് ആക്കണമെങ്കിൽ നീ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നീ ചെയ്താലേ ഞാൻ ഡിലീറ്റ് ആക്കുള്ളൂ, അല്ലെങ്കിൽ അവിടെ ഉണ്ടാവും. പിന്നെ ഇനിയും എനിക്ക് അതിന്റെ ക്ലാരിഫിക്കേഷൻ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ അയച്ചിട്ടുള്ള ഫുൾ മെസ്സേജുകളും, പിന്നെ നീ അവരായിട്ടുള്ള ബന്ധം എന്താണുള്ളത് എനിക്കറിയില്ല. നീ ആയിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ അതെനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ വോയിസിൽ അവിടെ തന്നെ ഉണ്ടാവും സംഭവങ്ങൾ. പിന്നെ അടുത്തൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, നീ ഇപ്പൊ ഞാൻ കുട്ടിക്കെതിരെ ഒരു വീഡിയോസ് ഇടുക, അവളെ ഫോട്ടോസ് നിന്റെ അക്കൗണ്ടിൽ കൊണ്ടിടുക, നിന്റെ വീട്ടുകാര് നിന്റെ ഭാര്യനെയും നിന്റെ നാട്ടുകാരെയും നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നീ വീഡിയോ ഇടുന്നുണ്ടെന്ന് വെച്ചെങ്കിൽ ശ്രദ്ധിച്ച് വീഡിയോ ഇട്ടുകൊണ്ട് സാജിനോട് കളിക്കണ മാർക്ക് ആവൂല. പിന്നെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പെണ്ണിന്റെ വീഡിയോസ്, ഒരു പ്രൈവറ്റ് അക്കൗണ്ടുള്ള ഒരു പെണ്ണിന്റെ വീഡിയോസ് കൊണ്ടുപോയാണ്ട് പബ്ലിക്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പം ശ്രദ്ധിച്ചുകൊണ്ട്
ഓക്കെ. പബ്ലിക്കായിട്ടുള്ള പെണ്ണിന്റെ വീഡിയോസ് ഇടുന്ന പോലെ ആവില്ല പ്രൈവറ്റ്. അതായത് നമ്മള് പേഴ്സണലായിട്ട് നമ്മളെ ഫോണിലുള്ള നമ്മളതായിട്ടുള്ള പ്രൈവസി അവനെ കേറി ഇങ്ങോട്ട് ചാറ്റ് ചെയ്ത് എല്ലാം പറയിപ്പിച്ചിട്ട് അവൻ പേടി ഒന്ന് പോടൂ ചിലക്കാണ്ടുള്ളത്. പിന്നെ നിന്നെ വ്യക്തമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതാക്കാം. ഇതിപ്പോ നിന്നെ ചീറ്റ് ചെയ്തു എന്ന് പറയുന്നത് നീ എന്നെ കുറ്റം പറഞ്ഞൊരു കാര്യം അവർ വേറെ ആർക്കും അയച്ചു കൊടുത്ത് അവരെനിക്ക് അയച്ചു തന്നതാണ്. നീ എന്നെ കുറ്റം പറയുന്ന വീഡിയോസ് വോയിസ് ആണ് അത്. അല്ലാണ്ട് നീയും അവരായിട്ടുള്ള പ്രേമികളെ സല്ലപിക്കുന്ന കാര്യങ്ങളൊന്നല്ല. പിന്നെ നീ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, എന്ത് ഞാൻ ഇതിലുള്ള പെണ്ണുങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല, ഞാൻ ഇതിലെ പെണ്ണുങ്ങൾ ആരോടും മിണ്ടലില്ല, എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത്. അതിപ്പോ നമ്മളിപ്പോ നമുക്ക് അറിയാം ഞാൻ ഇജ്ജൊക്കെ ഒരു കണത്തിൽ പെട്ടതാണെന്ന് കൂട്ടിക്കോ. പിന്നെ ചീറ്റ് കേൾക്കും അങ്ങനെയല്ലേ. അല്ലാണ്ട് സാജിനെ പിന്നാലെ ഓളെ കൂട്ടിച്ചാന് സത്യം പറയുന്നത് നീ അവളെ വിളിച്ചു വരുത്തിയതല്ലേ നിന്റെ വീട്ടിക്ക് തെറി കേക്കാനായിട്ട് അല്ലേ? എന്നിട്ട് പിന്നെ വീണോർത്ത് കിടന്നുകൊണ്ട് നീ വിളിച്ചു വരുത്തിയതാണ്. അന്റെ ഇതിൽ വന്ന് കമന്റ് ഇടുന്ന പെമ്പിള്ളാർക്ക് ഇതൊന്നും ഫുള്ളായിട്ട് കാണണമെന്നില്ല. എന്റെ കെട്ടിയോട് പോലും ഫുള്ളായിട്ട് കാണുന്നുണ്ടാവില്ല. അവൻ അറിയുന്ന ആളുകൾക്ക് ഇനി വേണം എന്റെ കുഞ്ഞുമൂനോട് നിന്റെ കെട്ടിയോട് പറയാനുള്ളത് ഒരു ചെറിയൊരു കയ്യബദ്ധം നാട്ടിക്കരുത്. ഓക്കെ. അപ്പം ഞാൻ നിക്കണ്ട. അങ്ങനെ ഒരു വീഡിയോസ് അവളത് നീ ആരുടെങ്കിലും വീഡിയോസ് ഇടാൻ എനിക്ക് താല്പര്യം മനസ്സിലിങ്ങനെ വിചാരിച്ചേണ്ട ഇപ്പടും നിന്റെ കെട്ടിയോട് പറഞ്ഞുകൊണ്ടാണ് എന്തൊരു വോയിസ് നീ അയച്ചിട്ടുണ്ടല്ലോ. നിന്റെ കെട്ടിയോട് പറഞ്ഞുകൊണ്ടാണ് നിന്റെ കെട്ടിയോട് ഇത് കേട്ടിക്കണ ഈ വോയിസ് ആ പെണ്ണിന് വിട്ടത്. അപ്പൊ കെട്ടിയോട് അപ്പൊ കെട്ടിയോൾക്കും മറ്റുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കാനാണെങ്കിൽ ഞാൻ പറയാ, ഇത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഫൈൽ എടുത്തുകൊണ്ട് ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് നീ വീഡിയോ ഇടുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് കെട്ടിയോടാ പറയണത്. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഉള്ള വണ്ണം കിട്ടിയാണ്ട് പിന്നെ അവസാനം ചെയ്യേണ്ടി വരും, കേസ് കിട്ടി തീർക്കാൻ നിൽക്കേണ്ടി വരും. സാജിനെ കൂട്ടുന്നതിന് മുന്നേ ഷെരീഫ് കൂട്ടിയിട്ട്. അപ്പൊ ഷെരീഫെ സാജി നീ നല്ല വീഡിയോസ് ഇട്, ഞാനും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും, ഞാൻ ചെയ്യും, എന്റെ മോള് ചെയ്യും, എന്റെ മോൻ ചെയ്യും. പിന്നെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ടുള്ള ലൈഫ് കംപ്ലീറ്റ് ഷെരീഫിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്നും ഞാൻ ഇറന്നിട്ട്, ഷെരീഫ് ലൈഫ് പോയി ഇറക്കേണ്ട കാര്യമില്ല, ലൈക്ക് ഇറക്കണ്ട, ഞാൻ ഇറന്നോളൂ ഷെരീഫിന് വേണ്ടിയിട്ട്. 1-2 വീഡിയോസ് മാത്രമേ സാജിക്ക് ചെയ്തത് നല്ലത്. അതിന്റെ അപ്പുറത്തേക്ക് നീ ചെയ്തത് റോങ് ആണുള്ളത്. ഒരുപാട് ആളുകൾ വന്ന് പറയുന്നുണ്ടല്ലോ, എനിക്കത് കേൾക്കാൻ വയ്യേ. ശരിയല്ല, അവരൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ആളുകളാണ് അല്ലെ? സമൂഹത്തിൽ വഴിതെറ്റിപ്പോയി എന്ന് വിചാരിച്ചാണ്ട് ചേർത്ത് പിടിക്കേണ്ട ആളുകളാണ്. അപ്പൊ നീ ചോദിക്കും, ഞാനെന്താ എന്റെ കെട്ടിയോളെ ചേർത്ത് എന്റെ കെട്ടിയോളെ നിങ്ങൾ ചേർത്ത് പിടിക്ക്. ഞാൻ തെറ്റിപ്പിരിഞ്ഞു ഇല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാമല്ല. നമുക്കിപ്പോ ഒരു കൂട്ടുകാരോട് ചതി പറ്റി, ഇല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ നമ്മളെ ചതിച്ച് നമ്മൾ ആ ബന്ധം അവസാനിപ്പിച്ച് പോവാണ്. അല്ലാണ്ട് നമ്മൾ ചേർത്ത് പിടിക്കേണ്ട കാര്യം. അവൻ ചെയ്ത ഒരു വീഡിയോ അപ്പൊ ചേർത്ത് പിടിക്കുക എല്ലാവരും. ഇപ്പൊ നമ്മളിപ്പോ അതേമാതിരി തന്നെ നമ്മളെ സ്കൂളിലൊക്കെ നമ്മളെ തറാന്ന് പഠിപ്പിച്ചെന്ന് മാഷ്മാരൊക്കെ ഉണ്ടാവും അല്ലെ? അവര് വൈകുന്നേരം ആകുമ്പോ ചില മാഷ്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, വൈകുന്നേരം ആകുമ്പോ പൂക്കുറ്റിയാണ്ട് റോട്ട് കൂടെ തെണ്ടി തിരിഞ്ഞിട്ട് അരിച്ചാലൊക്കെ കിടക്കണേ. അതേ മാഷാണ് മോർണിംഗിൽ വന്നിട്ട് എന്ന് പഠിപ്പിച്ചത്. വെറുതെ അല്ല ഞാനൊക്കെ ഇങ്ങനെ ആയത്. ഞാൻ മാഷമാർക്കല്ല, തറയും പറയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. തറയുണ്ട് ഞാനിപ്പോ ഞാനൊന്നല്ല, അത് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് എന്റെ കോസ്റ്റ്യൂം നോക്കിയാണ്, ഡ്രസ്സ് ബനിയന് കീപ്പിട്ടക്ക് ഒന്നുമില്ല. സത്യമായിട്ടും എന്റെ വൈഫിനെ ചേർത്ത് പിടിക്കാൻ ഞാനിങ്ങനെ കേട്ടപ്പോ വന്നതാണ്. ഇനിയിപ്പോ ഇതിൽ കമന്റ് അടിച്ച് വരണ്ട എന്ത് ഞാൻ എന്താ അടിച്ചത് അല്ലെങ്കിൽ ഞാൻ എന്താ അടിച്ചെന്നുള്ളത്. നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇങ്ങനെ വരുന്ന നിലവിലാണ് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. ഇവിടെ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4:30 ആയി. എനിവേ താങ്ക് യു സോ മച്ച്. അപ്പോ ഷെരീഫെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കാൻ നിൽക്കണ്ട. ആ വീഡിയോസിലുള്ള വോയിസ് ഞാൻ ഡിലീറ്റ് ആക്കൂല. അതിനിപ്പോ നീ എന്ത് തന്നെ മലമറിച്ച് വന്നാലും എന്നെ ഡിലീറ്റ് ആക്കൂല. പിന്നെ അത് ഡിലീറ്റ് ആക്കൂല, നീ പോയാണ്ട് ഇനിയിപ്പോ ആ ഒരു കുട്ടിന്റെ ഫോട്ടോസ്